ഓഫർ തട്ടിപ്പിൽ BJP നേതാവ് AN രാധാകൃഷ്ണന്റെ പങ്ക് എന്താണ് എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരുന്നു. സംസ്ഥാനത്തുടനീളം അനന്തു കൃഷ്ണന്റെ പരിപാടികളിൽ ഉദ്ഘാടകനായത് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ AN രാധാകൃഷ്ണനായിരുന്നു. സൈൻ എന്ന സന്നദ്ധ സംഘടനയുടെ പേരിലായിരുന്നു പരിപാടികൾ നടന്നത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്ന പ്രചാരണവും ഇതിനിടെ ഉണ്ടായി. AN രാധാകൃഷ്ണൻ ഇന്ന് 11 മണിക്ക് മാധ്യമങ്ങളെ കാണും. മൂസിനാസു വിവരങ്ങളുമായി ചേരുന്നു. മൂസിന, ഈ രാഷ്ട്രീയ പിൻബലമില്ലാത്ത, രാഷ്ട്രീയ പിന്തുണയില്ലാതെ ഇത്രയും വ്യാപകമായൊരു തട്ടിപ്പ് ആർക്കും നടത്താൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. ഇപ്പോൾ ലാലി വിൻസെന്റ് കേസിൽ പ്രതിയായിരിക്കുകയാണ്. AN രാധാകൃഷ്ണന്റെ ഇത് സംബന്ധിച്ചുള്ള പങ്കിനെ സംബന്ധിച്ച് എന്ത് സംശയമാണ് ഉയരുന്നത്? അജിം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനൊരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ AN രാധാകൃഷ്ണന്റെ പങ്ക് ഇതുകൂടിയാണ് വ്യക്തമാക്കുന്നത്. അതായത് ഈ പ്രതി അനന്തു കൃഷ്ണനുമായി ഏകദേശം 1 വർഷത്തിലധികം ബന്ധമുണ്ട് AN രാധാകൃഷ്ണനുമായി. ഇപ്പോഴും അദ്ദേഹം തനിക്കെതിരായ ആരോപണങ്ങളെ ചെറുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. അതായത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അടക്കം ഇപ്പോഴും ആ പദ്ധതി, അതായത് സൈൻ, ഇദ്ദേഹത്തിന്റെ സന്നദ്ധ സംഘടനയായ AN രാധാകൃഷ്ണന്റെ സന്നദ്ധ സംഘടനയായ സൈൻ വഴി പകുതി വിലക്ക് സ്കൂട്ടറുകൾ സബ്സിഡിയോടുകൂടി സ്കൂട്ടറുകൾ നൽകുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് തൻ്റെ പദ്ധതി സുതാര്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടന്നു എന്ന ആരോപണം വരുമ്പോഴും അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം വന്നിട്ടില്ല. ഇന്ന് 11 മണിയോടുകൂടി എറണാകുളത്ത് വെച്ച് മാധ്യമങ്ങളെ കാണുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ അനന്തു കൃഷ്ണനുമായി 1 വർഷത്തിലേറെയുള്ള ബന്ധമുണ്ട്. ഒരു കേന്ദ്രമന്ത്രി അടക്കം മറൈൻ ഡ്രൈവിൽ നടന്ന പരിപാടിയിൽ AN രാധാകൃഷ്ണൻ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. അത്തരത്തിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പദ്ധതി വിഹിതം ഉണ്ട്, ഈ ഒരു സബ്സിഡി ഉണ്ട് എന്ന് വരുത്തി തീർക്കുക എന്നത് തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയുണ്ട്, BJPയുടെ പിന്തുണയുണ്ട് എന്നത് മനസ്സിലാക്കി അത്തരത്തിൽ വരുത്തി തീർത്ത് ഈ പദ്ധതിക്കൊരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ AN രാധാകൃഷ്ണൻ ശ്രമിച്ചു എന്നത് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതുവരെയും AN രാധാകൃഷ്ണനെതിരെ പോലീസിൽ ഒരു പരാതികളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇത് മുൻകൂട്ടി കണ്ടിട്ടാകണം ഇത്തരത്തിലൊരു പരാതി ഉണ്ടാകും എന്നതുകൂടി, അല്ലെങ്കിൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകും എന്നത് മനസ്സിലാക്കിക്കൊണ്ടാകണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഈ സൈൻ സംഘടനയുമായി ബന്ധപ്പെട്ട ഓഫീസിൽ ഇത്തരത്തിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്ന ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോഴും പണമായി നൽകിയില്ല, ചെക്കാണ് നൽകിയിരിക്കുന്നത്. 13-ാം തീയതി വരെയുള്ള ചെക്കാണ് നൽകിയിരിക്കുന്നത്. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം 11 മണിക്ക് AN രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം താൻ നിരപരാധിയാണെന്ന്, കുറച്ചു മുമ്പ് ആനന്ദകുമാർ പറഞ്ഞതുപോലെ താൻ നിരപരാധിയാണ്, അനന്തുമായിട്ട് ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കും. പക്ഷേ ഇന്നലെ KN ഗീതാകുമാരി എന്ന് പറയുന്ന BJPയുടെ നേതാവ് ഈ അനന്തു കൃഷ്ണൻ ഇന്ത്യ വിൽക്കാൻ പോകുന്ന തട്ടിപ്പുകാരനാണ് എന്ന മുന്നറിയിപ്പ് BJP നേതൃത്വത്തിനും AN രാധാകൃഷ്ണനും ഒക്കെ നൽകിയിട്ടുണ്ട് എന്ന് അവർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ തട്ടിപ്പുകാരനാണെന്നുള്ള വിവരം AN രാധാകൃഷ്ണന് നേരത്തെ അറിയാം. എങ്ങനെ പ്രതിരോധിക്കും അയാളിനി? അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ്. പ്രധാനമായും ഒരു വനിതാ നേതാവ് വഴിയാണ് ഈ അനന്തു കൃഷ്ണൻ AN രാധാകൃഷ്ണനിലേക്ക് എത്തിയത് എന്നുള്ള വാർത്തകൾ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. അപ്പോൾ ഈ അനന്തുവിൻ്റെ പദ്ധതി എങ്ങനെയുള്ളതാണെന്നും എത്തരത്തിൽ ആ പദ്ധതി മുന്നോട്ട് പോകും എന്നുള്ളതും ഈ നേരത്തെ പറഞ്ഞതുപോലെ അത് ആളുകൾക്കിടയിൽ ഒരു വിശ്വാസ്യത നേടിയെടുക്കാൻ എത്തരത്തിൽ ആ ഒരു സംഗതിയെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കൃത്യമായ ഒരു ആസൂത്രണം ഈ ഒരു വലിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ ഈ BJPയുടെ മുഖമായി നിന്ന് മത്സരരംഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്ന ആളാണ് AN രാധാകൃഷ്ണൻ. അത്തരത്തിൽ ഈ ഒരു പദ്ധതിയും ജനപ്രീതി നേടിയെടുക്കാൻ ഉപയോഗപ്പെടുത്തി എന്നത് ഉൾപ്പെടെയുള്ള സംശയങ്ങളും ആരോപണങ്ങളും ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും നിലവിൽ ഈ അനന്തു കൃഷ്ണന്റെ മൊഴികളിൽ ഉൾപ്പെടെ AN രാധാകൃഷ്ണന്റെ പങ്ക് വെളിപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അന്വേഷണ സംഘങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോൾ പരാതി വരാത്തത് കൊണ്ടാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നത്. ഇപ്പോൾ ലാലി വിൻസെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിലവിൽ പരാതി വരികയും കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ AN രാധാകൃഷ്ണനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പരാതി പോലീസിന്റെ മുന്നിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇത്തരം ആരോപണങ്ങളൊക്കെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ഈ പദ്ധതി സുതാര്യ, അതായത് സൈൻ വഴിയുള്ള പദ്ധതി സുതാര്യമാണെന്ന് കാണിക്കാൻ അദ്ദേഹം തന്നെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇന്ന് മാധ്യമങ്ങളെ കണ്ട് അത്തരത്തിലൊരു വിശദീകരണം, എന്താണ് അദ്ദേഹത്തിന്റെ വിശദീകരണം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. 11 മണിക്കാണ് ഇത്തരത്തിലുള്ള വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. മൂസിനാസുവാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.